എൻ്റെ പേര് ആർഷ. ഞാൻ പാല ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് കൗൺസിലറാണ്. ഇന്നലെയാണ് നമ്മൾ ലോക രക്തദാന ദിനമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നതിന് അവയർനെസ് എന്നോണം നമുക്ക് ചെറിയൊരു സെഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഡോക്ടർ ഫ്രാങ്ക്, അതുപോലെ റെയിൽവേ ഹോസ്പിറ്റൽ ടീം എനിക്ക് ഇതുപോലൊരു അവസരം നൽകിയതിന്. ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലൊരു ഓഡിയൻസിനെ ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ആരെങ്കിലും രക്തദാനം ചെയ്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്ക് രക്തദാനം എന്നതിനെ അറിയുന്നതിന് മുമ്പ് രക്തം അതിൻ്റെ ബേസിക് ഫങ്ഷൻ എന്താണെന്ന് നമുക്കറിയില്ല. രക്തത്തിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞ രക്തത്തിൻ്റെ ഒരു മെയിൻ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൽട്ടിൻ്റെ ബോഡിയിൽ 4 മുതൽ 6 ലിറ്റർ വരെ ബ്ലഡ് ഉണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പലരും മനസ്സിലാക്കുന്നത് ഓരോ എമർജൻസി സിറ്റുവേഷനിലെ സർജറീസ്, അതുപോലെ ആക്സിഡൻറ്റ്സ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ ആൾക്കാർ ഫേസ് ചെയ്യുമ്പോഴാണ് രക്തദാനം ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഇടയിലുണ്ടാവും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ അതിനുവേണ്ടി ആ സമയത്ത് ഓടി നടന്ന് ബ്ലഡ് അതിൻ്റെ ഡോണേഴ്സിനൊക്കെ ഓടി നടന്ന പല സിറ്റുവേഷനുകളിൽ പലരും ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള എമർജൻസി സിറ്റുവേഷനിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് ഇത്രത്തോളം അതിൻ്റെ ട്രാൻസ്ഫ്യൂഷൻ, ആ ബ്ലഡ് ഡൊണേഷൻ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നമുക്ക് ബ്ലഡ് എന്ന് പറയുന്നത് ലോകം ഇത്രയധികം പുരോഗമിച്ചു, എന്നാൽ പോലും ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ബ്ലഡിന് പകരമായിട്ട് ഒന്നും കണ്ടുപിടിക്കപ്പെട്ടില്ല. ബ്ലഡ് തന്നെ വേണം. അതിനാര് വേണം? നമ്മളെപ്പോലുള്ള ആരോഗ്യമുള്ള വോളണ്ടിയർ ആയിട്ടുള്ള രക്തദാതാക്കൾ അനിവാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ നിർധനരായ രോഗികൾക്ക് പല ആക്സിഡന്റ് പല സാഹചര്യങ്ങളിൽ ബ്ലഡ് ആവശ്യമുള്ള രോഗികളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനും നിങ്ങളും അടക്കം അതിന് പ്രതിബദ്ധരാവണമെങ്കിൽ നമ്മൾ അതിന് സന്നദ്ധരാവണം. അതുപോലെ തന്നെ ഈ ബ്ലഡിൽ തന്നെ പല കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അത് രോഗികളെ ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്ത് മെയിനായിട്ടും പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ജീവന് വേണ്ടി പോരാടുന്ന ജീവനുകൾക്ക് പ്രത്യാശയേകുന്ന ഒരു പ്രക്രിയയാണ്, അതിൻ്റെ ധർമ്മമാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. സോ വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്? ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും മാനുഫാക്ചർ നമുക്ക് ഒരിക്കലും അത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എല്ലാ ഹോസ്പിറ്റലിലും അതുപോലെ ബ്ലഡ് ബാങ്കിലും ഇതുപോലെ ഡോണേഴ്സ് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് പേഷ്യൻസിന് ബ്ലഡ് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള നമ്മൾ ബ്ലഡ് ഡൊണേഴ്സ് ഇപ്പോൾ കുറേ പേരുണ്ട്. ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി മാത്രം ഡൊണേഴ്സ് വരുന്നവരുണ്ട്. അത് 1998 മുതൽ അതിൻ്റെ നിയമം നമ്മൾ പ്രൊഹിബിറ്റ് നമ്മൾ അത് നിർത്തലാക്കിയിരിക്കുകയാണ്. അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഇപ്പോൾ കുറേ ആൾക്കാർ അറിയാം പൈസ കൊടുത്ത് തന്നെ വരുന്ന കുറച്ച് ഡോണേഴ്സ് ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ നമ്മൾ വിളിക്കണം. അപ്പോൾ അവർ പറയാം ഇത്ര പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരുള്ളൂ എന്ന് പറയാം. നമ്മളത് നിയമാനുസൃതം നമ്മൾ നിർത്തലാക്കിയതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് ആഫ്റ്റർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പല പല രോഗങ്ങളുണ്ടാവും. ആ രോഗങ്ങളെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യും. അതിനാണ് ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാവും ഈ ബ്ലഡ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോണർ അങ്ങനെ ഇങ്ങോട്ട് പോകും. പിന്നെ നമുക്ക് ആ പൈസ ലോസാവും. നിർധനരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് അതൊരിക്കലും എഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അത് നിയമവിരുദ്ധമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ ബ്ലഡിൽ തന്നെ പല തന്നെ ഫസ്റ്റ് പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയും. ഇപ്പോൾ പേഷ്യൻസിന് ചിലപ്പോൾ ഡോക്ടർ എക്സാമിൻ ചെയ്ത് ചിലപ്പോൾ അവരുടെ ചിലപ്പോൾ മെഡിക്കൽ കെയറിന് ചിലപ്പോൾ PRBC ആയിരിക്കും വേണ്ടി വരിക, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്മ ആയിരിക്കും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. PRBC എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ലങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയറുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സ് വഴി പുറന്തള്ളാൻ PRBC ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽസ് അതൊരു ഡിഫെൻസീവ് സിസ്റ്റമായിട്ടാണ് വർദ്ധിക്കുന്നത്. അതായത് രോഗപ്രതിരോധ ശേഷിക്ക് നമ്മുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള
വൈറസുകൾക്കെതിരെ പോരാടാൻ നമ്മുടെ ശരീരത്തെ അതിൽ നിന്ന് തന്നെ രക്ഷിക്കുന്ന ഒരു ഡിഫൻസീവ് സിസ്റ്റം ആയിട്ടാണ് വൈറ്റ് ബ്ലഡ് സെൽസ് പ്രവർത്തിക്കുന്നത്. അതുപോലെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ബ്ലീഡിങ് ഉണ്ടായി പ്ലേറ്റ്ലെറ്റിന്റെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഡിന്റെ ആ ഒരു വോളിയം മെയിൻറ്റെയിൻ ചെയ്യാനും പ്ലാസ്മ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ചിലപ്പോൾ വോൾ ബ്ലഡ് ആണെങ്കിൽ വോൾ ബ്ലഡ് കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, PRBC ഈ പറഞ്ഞ പോലെ എന്തിന്റെ കുറവാണോ ആ പേഷ്യന്റിനുള്ളത് അത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ആ ബ്ലഡിൽ നിന്ന് കമ്പോണൻസ് വേർതിരിച്ചിട്ടാണ് നമ്മൾ പേഷ്യൻസിലേക്ക് ബ്ലഡ് ബാങ്കിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ നമുക്ക് എന്താണ് ബ്ലഡ്, അതിനുള്ള കമ്പോണൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി ഈ ഡോണേഴ്സ് നമ്മൾ മെയിനായിട്ടും ഡോണറിൻ്റെ ഹെൽത്തും അതുപോലെ തന്നെ ഇത് സ്വീകരിക്കുന്ന പേഷ്യൻസിൻ്റെ ഹെൽത്തും നമ്മൾ രണ്ടും നോക്കും. അപ്പോൾ ഒരു ഡോണറിന് ഒരു ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫീമെയിൽസിനാണെങ്കിൽ 4 months. എല്ലാവർക്കും ഉണ്ടാവും ഒരു ഡൗട്ട് ഉണ്ടാവും, ഞങ്ങൾ കൊടുത്ത ഈ ബ്ലഡ് അത് പിന്നീട് തിരിച്ചു വരില്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാവോ, അങ്ങനത്തെ ഉള്ള കുറേ തെറ്റായ ധാരണകൾ ആളുകളുടെ ഇടയിലുണ്ട്. ശരിക്കും നമ്മൾ കൊടുക്കുന്ന ആകെ നമ്മൾ പറഞ്ഞു 6 ലിറ്ററോളം ബ്ലഡ് ഉണ്ട്, അതിലൊരു 350 ml അല്ലെങ്കിൽ 450 ml മാത്രമാണ് നമ്മൾ ഒരു ഡോണറിൽ നിന്നും പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് നഷ്ടമാണ് ചെറിയ രീതിയിൽ ലോസ് ആവുന്ന പ്ലേറ്റ്ലെറ്റും പ്ലാസ്മയും PRBCയും അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയും. അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്മയാണെങ്കിൽ ഒരു 24 to 28 hours റീക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് റിക്കവർ ആവാൻ 2 to 5 days. റെഡ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ ഒരു 4 to 8 weeks റീക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ക്വിക്ലി റീപ്ലേസ് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ നിന്നും ചെറുതായിട്ട് നഷ്ടപ്പെട്ട ഈ പറഞ്ഞ പോലെ പ്ലാസ്മയും പ്ലേറ്റിലൊക്കെ റെഡ് ബ്ലഡ്സ് എല്ലാം റീക്രിയേറ്റ് ചെയ്യാൻ ഈ കുറച്ച് ദിവസങ്ങളിൽ, അതിനാണ് പരിപൂർണമായിട്ടും നമ്മുടെ ബോഡിയിൽ നിന്നും ലോസ് ആയിട്ടുള്ള കമ്പോണൻസ് ഫുള്ളി റീക്രിയേറ്റ് ചെയ്യാൻ ഒരു 90 days ആണ് മിനിമം എടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. മെയിലിന് 3 months, വുമൺ ഇപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ 4 months ശേഷമായിരിക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. എന്തുകൊണ്ടായിരിക്കാം വുമൻസിന് 4 months ശേഷം എന്ന് ഇത്രയും കൂടി 1 month കൂടി എക്സ്ട്രാ ചെയ്ത്? വേറെ ഒന്നും കൊണ്ടല്ല, വുമൻസിന് മെൻസ്ട്രേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ ബ്ലഡ് ലോസ് ആവുന്നതുകൊണ്ട് അതുകൂടി പരിഗണിച്ചിട്ടാണ് വുമൻസിന് 4 months കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നമ്മൾ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആ ബ്ലഡിലെ കമ്പോണന്റ് നേരത്തെ ഡോക്ടർ പറഞ്ഞ 4 പേർക്ക് വരെ ജീവനേകും. ഈ ഒരു ബ്ലഡിൽ നിന്നുള്ള പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ ജീവനുകൾക്ക് എന്താണ് പ്രതീക്ഷയാണ്. ഇനി അതുപോലെ തന്നെ ഈ കളക്ട് ചെയ്ത ബ്ലഡ് നമ്മൾ അങ്ങനെ തന്നെ അതിന് നമ്മൾ കുറേ ടെസ്റ്റുകൾ ചെയ്യും. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് സേഫ് ബ്ലഡ് ഗീവ് ലൈഫ്, അൺസേഫ് ബ്ലഡ് ഗീവ് ഇൻഫെക്ഷൻ. സേഫ് ആയിട്ടുള്ള ബ്ലഡ് ആണെങ്കിൽ അത് ജീവനേക്കും, പകരം അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ആണ്, ഇതിപ്പോ ഒരു ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ഒരു ബ്ലഡ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ആണ് നമ്മൾ പേഷ്യൻസ് കൊടുക്കുന്നതെങ്കിലോ അത് അതുപോലെ തന്നെ ആരോഗ്യയുടെ ജീവനെ ബാധിക്കും. അപ്പോൾ ഇത് തുടർന്ന് നമ്മൾ ബ്ലഡ് സേഫ്റ്റി സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ആസ് പെർ ഗവൺമെന്റ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾക്കെല്ലാം വിധേയമാക്കിയിട്ട് ആ ബ്ലഡ് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ ആ ബ്ലഡ് നമ്മളെ ബ്ലഡ് ബാങ്കിലേക്ക് ഒരു രോഗിയിലേക്ക് നൽകുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തപ്പോൾ എ പോസിറ്റീവ് എന്നൊക്കെ ആണെങ്കിലും ചില സമയത്ത് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന എല്ലാ ബ്ലഡുകളും ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് നമ്മൾ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ അത് ക്രോസ് മാച്ച് ചെയ്യും. അതായത് ഇപ്പോൾ എൻ്റെ ബ്ലഡ് ഓ പോസിറ്റീവ് ആണ്, വേറൊരാളും ഓപ്പോസിറ്റ് രീതി കൊണ്ടും ആ പേഷ്യൻറ്റിന് ആ ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമെല്ലാം ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ ഈ ബ്ലഡ് കൊടുക്കുകയുള്ളൂ. ഒരു ഡോണർ ഫസ്റ്റ് തന്നെ നമ്മുടെ ബ്ലഡ് ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിൽ ഡോണർ സ്ക്രീനിങ് ചെയ്യും. ആ ഡോണറിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി നോക്കും, എന്തെങ്കിലും രോഗങ്ങളുണ്ടോ. അതിന് ഫസ്റ്റ് തന്നെ ഞാനായിട്ട് കൗൺസിൽ ചെയ്യുന്നത്, അപ്പോൾ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നുള്ള കാര്യമെല്ലാം മെഡിക്കൽ ഹിസ്റ്ററിയിൽ എടുക്കും. എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് രോഗികൾ റിപ്ലൈ തരുമ്പോൾ ഇപ്പോൾ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഡോക്ടേഴ്സിനോടും കൂടി ആ കാര്യങ്ങൾ ഇൻഫോം ചെയ്യും.
പിന്നെ വേണ്ടിയെന്നുള്ള ഡിഫറെൻറ്റ് പീരീഡ് എന്നൊക്കെ പറയും, അത് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഡോണർ എലിജിബിലിറ്റി 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ നമുക്ക് ഒരു ഡോണറിന് ബ്ലഡ് കൊടുക്കാം. അതുപോലെ ആണെങ്കിൽ 65 വയസ്സ് വരെ ബ്ലഡ് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 18 മുതൽ 60 വയസ്സ് വരെയാണ്. അതുപോലെ വെയിറ്റ് ആണെങ്കിൽ 45 എബോ 45 kg എബോ ഉള്ള ആൾക്കാർക്ക് ആണ് നമ്മൾ എബോ ആണെങ്കിൽ 450 ml ബ്ലഡ് ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ രോഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവർക്ക് ചെറിയ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ, ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്, അതൊക്കെ ഫില്ലപ്പ് ചെയ്ത് അവരുടെ HP നോക്കും. HP ഈ പറഞ്ഞ പോലെ പ്ലേറ്റ്ലെറ്റ് മറ്റേ RBCയുടെ മെയിൻ ചെറിയ ഫംഗ്ഷൻ പോലെയാണ് ഓക്സിജൻ എത്തിക്കാന്നുള്ളത്. അപ്പോൾ ഈ HP ലെവല് 12.5 അതാണ് മിനിമം ഉള്ളത്. അത്രയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ സെലക്ട് ആക്കുകയുള്ളൂ ഡോണേഴ്സിനെ. അതിനുശേഷം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ശേഷം ഡോക്ടറിന്റെ വക സ്ക്രീനിങ് എല്ലാം BP എല്ലാം വൈറ്റൽസ് എല്ലാം നമ്മൾ നോക്കും. ശേഷം 15 മിനിറ്റ്, ജസ്റ്റ് ഒരു 15 മിനിറ്റ് ഈ ബ്ലഡ് ഡൊണേഷന്റെ പ്രോസസ്സിംഗ് ടൈമിനുള്ളത്. അതിനിടയ്ക്ക് എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ തലകർക്കോ ടെൻഡൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ടേക്ക് കെയർ ചെയ്ത്, വളരെ ചുരുക്കം പേർക്ക് അങ്ങനെ ചെറിയൊരു തലകർക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവുള്ളൂ, അതൊക്കെ ടേക്ക് കെയർ ചെയ്ത് സെറ്റാക്കിയ ശേഷം നമ്മൾ പോസ്റ്റ് ഡൊണേഷൻ കൗൺസിലിംഗ് ആയിട്ട് പേഷ്യൻസിന്റെ ഡോക്ടറിന്റെ അടുത്ത് പറയും നല്ലോണം വെള്ളം കുടിക്കണം, ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞ് പരമാവധി വെയിറ്റ് എടുക്കരുത്, അതായത് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഭയങ്കര ബേർഡൻ ആയിട്ടുള്ള ജോലികളൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വർക്കൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജിമ്മിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ നെക്സ്റ്റ് എപ്പോഴാണ് അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെല്ലാം അവരോട് ഇൻഫോം ചെയ്യും. അതുപോലെ ചെറിയൊരു റിഫ്രഷ്മെന്റ് എല്ലാം ആണെങ്കിൽ അവർക്ക് ആ ഒരു ചെറിയ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് പിന്നീടാണെങ്കിൽ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ഡോണർ ഡെഫറൽ ക്രൈറ്റീരിയ. നേരത്തെ പറഞ്ഞ പോലെ പെർമനന്റ് ഡെഫറലില് സെർട്ടൻ ക്യാൻസേഴ്സ്, സിവിയർ ഹെഡ് ഡിസീസ്, അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള കിഡ്നി രോഗമുള്ളവർക്ക്, സിവിയർ ആയിട്ടുള്ള ലിവർ രോഗങ്ങളുള്ളവർക്ക്, അതുപോലെ ആക്റ്റീവ് ട്യൂബർകുലോസിസ്, അതുപോലെ ഹൈ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, അൺകൺട്രോൾഡ് എപ്പിലെപ്സി, അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ മെന്റൽ ഇൽനെസ് ഒക്കെ ആണെങ്കിൽ സ്കീസോഫ്രീനിയ, അതിലൊക്കെ അവർക്കൊന്നും ബ്ലഡ് കൊടുക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ടെമ്പററി ഡെഫറൽ ആണെങ്കിൽ ഈ പറഞ്ഞ ഫീവർ, സർജറി ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ മൈനർ സർജറി ആണെങ്കിൽ 6 months, മേജർ സർജറി ആണെങ്കിൽ 1 year കഴിഞ്ഞിട്ടായിരിക്കും ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസ് ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ ആഫ്റ്റർ 1 year ശേഷമായിരിക്കും അവർക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഡെന്റൽ പ്രൊസീജിയറിലാണ് സ്കെയിലിംഗ്, ഫില്ലിംഗ്, അങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫറൽ അനുസരിച്ച് നമ്മൾ അവരോട് പറയും. ടൈഫോയിഡ്, മലേറിയ, വാക്സിനേഷൻസിനൊക്കെ ആണെങ്കിൽ ഓരോ വാക്സിനേഷൻസിനും അതത് ടൈമുകളുണ്ട്. ഏതെങ്കിലും ഇപ്പോൾ TT എടുക്കുന്നതാണെങ്കിലും ഇമ്മ്യൂണോഗ്ലോബുലിൻ, അങ്ങനെ കുറച്ച് വാക്സിൻസ് ഉണ്ട്. അപ്പോൾ അത് അവരോട് നമ്മൾ അതിൻ്റെ ഡെഫറൽ പീരീഡ് നമ്മൾ പറയും. അവരോട് വരേണ്ട, നിങ്ങൾ ഇത്ര ഡേറ്റ് കഴിഞ്ഞിട്ടാണ് വരേണ്ടതെന്ന് നമ്മുടെ കൗൺസിലേഴ്സ് പറയും. ഓക്കെ, അപ്പോൾ പ്രീ ഡൊണേഷൻ സ്ക്രീനിങ്ങിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിൻ ലെവൽ, ബ്ലഡ് പ്രഷർ, ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. മാൻഡേറ്ററി ബ്ലഡ് സ്ക്രീനിങ്ങിൽ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, സിഫിലിസ്, HIV, AIDS, മലേറിയ എന്നിവയെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇതിപ്പോൾ ഒരു ഡോണർ എന്ന നിലയിൽ നമുക്കത് ചില കാര്യങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കുക എന്നതാണ് അതിൻ്റെ മെയിൻ ധർമ്മം. അതിലുപരി നമ്മൾക്ക് ചെറിയൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്, അത് നമുക്ക് പിന്നീട് നമ്മുടെ ലോസ് ആയിട്ടുള്ള ബ്ലഡിന് പകരം പുതിയൊരു ഫ്രഷ് ബ്ലഡ് റീക്രിയേറ്റ് ചെയ്യാൻ നമുക്കത് ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് നമ്മളിൽ റീക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വോളണ്ടിയർ ആയിട്ട് എപ്പോഴും ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായിരിക്കണം, അവർ പരമാവധി ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിരിക്കണം. ഇപ്പോൾ പറഞ്ഞ പോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, അവർക്കൊന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്തു, അതിൻ്റെ ആ ഒരു ഹാങ് ഓവറൊക്കെ മാറി അത് കുറച്ച് അവേഴ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്മോക്കിംഗ്, ഇപ്പോൾ കണ്ടിന്യൂസ് ചെയിൻ സ്മോക്കർ ആണെങ്കിൽ നമുക്ക് അവർക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. ഒരു ഹെൽത്തി, മറ്റുള്ളവർക്കും കൂടി ജീവൻ, നിങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും കൂടി ഒരു പുതുജീവനായിരിക്കേണ്ട ജീവനാണ്. നമ്മളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുടുംബവും സമൂഹത്തോടൊപ്പം ഉള്ളതാണ്. അപ്പോൾ ഇന്നോളം നമ്മുടെ ലൈഫിൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രത്യാശയാകുന്ന ജീവൻ എന്ന് പറയുന്നത് വലിയൊരു ധർമ്മമാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യമാവുന്നത് നമുക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും. ഈ ബ്ലഡ് ഡൊണേഷൻ, ഈ ഒരു രക്തദാനം മറ്റുള്ളവർക്ക് ജീവനേകുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കടമയാണ്. അപ്പൊ നമ്മളും ആ ഒരു ജീവനേകുക എന്നുള്ള ധർമ്മത്തിൽ
നമ്മളൊരു ഭാഗമാവാൻ പരമാവധി നമ്മൾ നോക്കുക. അല്ലെങ്കിൽ അടുത്തുള്ള ബ്ലഡ് ബാങ്കിലോ നിങ്ങൾ വോളണ്ടിയർ ആയിട്ട് നിങ്ങൾ പോയി ബ്ലഡ് കൊടുക്കുക. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള രോഗികൾക്ക് നമുക്കറിയാം, ഇപ്പൊ എന്തെങ്കിലും ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ അതിന്റെ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാം ചക്രശ്വാസം വലിച്ച് ബ്ലഡ് കിട്ടാണ്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കണം. ഇന്നല്ലെങ്കിൽ നാളെയോ നിങ്ങൾക്കോ വരാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? ബ്ലഡ് ബാങ്ക് നമുക്ക് പറഞ്ഞ പോലെ മെഡിസിൻ മേടിക്കുന്ന പോലെ എളുപ്പം അങ്ങനെ കിട്ടില്ല. പകരം ഈ പറഞ്ഞ പോലെ ഒരു ഡോണർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇതുപോലെ ബ്ലഡ് കിട്ടാത്ത അവസ്ഥകളിലൊക്കെ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിക്കും.